ശ്രീ അടൂർ പ്രകാശ് കേരളത്തിൽ ശബരിമല കൊള്ള നടക്കുമ്പോൾ ദേവസ്വം മന്ത്രിയല്ല, മന്ത്രിസഭയിൽ അംഗമല്ല, CPM പാർട്ടി അംഗവുമല്ല. അദ്ദേഹം പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി പല സ്ഥലങ്ങളിലും പോകും. ആ കൂട്ടത്തിൽ എടുത്ത ഒരു ചിത്രത്തിന്റെ പേരിലാണ് അടൂർ പ്രകാശിനെ ക്രൂശിക്കുന്നത്. അടൂർ പ്രകാശിനെ ക്രൂശിക്കാൻ കാരണം അദ്ദേഹം UDF കൺവീനർ ആയതുകൊണ്ടാണ്. എന്നാൽ യഥാർത്ഥത്തിൽ പടം വന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഇവർ അന്വേഷിക്കുന്നില്ല, ഇവർ ആരോപണം ഉന്നയിക്കുന്നില്ല. മുഖ്യമന്ത്രി കേരളത്തിലെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. അദ്ദേഹത്തിന് തൊട്ടു താഴെയുള്ള കടകംപള്ളി സുരേന്ദ്രന്റെ മേലാണ് ആരോപണങ്ങളുടെ ശരങ്ങളെല്ലാം വന്ന് തറച്ചിട്ടുള്ളത്. 2024 ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പ്രശാന്താണ് 2019 നടന്ന അതേ കുറ്റം, ഈ സ്വർണ്ണപ്പാളികൾ കേരള സംസ്ഥാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുമതി കൊടുത്തത്. എന്നാൽ 2019 അനുമതി കൊടുത്ത പത്മകുമാർ ജയിലിലാണ്, പ്രശാന്ത് തുറന്നു നടക്കുകയാണ്. ഇതെല്ലാം ഒത്താശ ചെയ്ത് കൊടുത്തെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്ന SIT സത്യത്തിൽ സംശയിക്കുന്ന കടകംപള്ളി സുരേന്ദ്രൻ സ്വൈരവിഹാരം നടത്തുകയാണ്. കടകംപള്ളി സുരേന്ദ്രന്റെ ഏറ്റവും അടുത്ത ആളായിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്നുള്ള പടമുണ്ട്. അദ്ദേഹം ഒരു കാരണവശാലും പോകരുതാത്ത ചടങ്ങുകളിൽ അദ്ദേഹം പോയി പങ്കെടുത്ത ചിത്രമുണ്ട്. അതൊന്നും വേണ്ട, ഇവർക്കിത് തുല്യാതുല്യമാക്കണം, സമാസമമാക്കണം. അങ്ങനെ കുറച്ച് ചെളി കോൺഗ്രസിന്റെ മേലും UDF മേലും എടുത്ത് പൂഷണം, അതാണ് ആഗ്രഹം. പക്ഷെ അത് നടക്കാൻ പോകുന്നില്ല. ഈ സംഗതികളൊന്നും കേരളത്തിൽ വിജയിക്കാൻ പോകും. ജനങ്ങൾക്കറിയാം ഈ കൊള്ള നടത്തിയത് ആര്. 2019 ഈ കൊള്ള നടന്നത്. അന്നാരായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, മെമ്പർമാർ, അന്നാരായിരുന്നു ദേവസ്വം മന്ത്രി. അതിനുശേഷം ഇങ്ങോട്ട് വന്ന സമയങ്ങളിലെല്ലാം ഈ കള്ളങ്ങൾ വെളിച്ചത്ത് വന്നപ്പോൾ അവരെ രക്ഷിക്കാൻ ശ്രമിച്ചത് ആരാണ്? SIT മെല്ലെ പോകാൻ സമ്മർദ്ദം ചെലുത്തുന്നത് ആരാണ്? ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി 3 തവണ പരസ്യമായി പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ സമ്മർദ്ദം ചെലുത്തുന്നു, SIT പ്രവർത്തനം പോരാ, നിങ്ങൾ അറസ്റ്റ് ചെയ്യേണ്ടവരെ അറസ്റ്റ് ചെയ്യുന്നില്ല. എന്താണ് ഈ മെല്ലെപ്പോക്ക്, എന്താണ് ഈ സ്ലോ, എന്താണെന്ന് കോടതി ചോദിച്ചില്ലേ? ശബരിമലയെ മൊത്തം ദൈവത്തെ കൊള്ളയടിച്ചവരാണ് നിങ്ങളെന്ന് പറഞ്ഞില്ലേ കോടതി? സുപ്രീം കോടതി പറഞ്ഞില്ലേ? വാസു സുപ്രീം കോടതി ജാമ്യത്തിന് പോയപ്പോൾ. അപ്പൊ ഈ കൊള്ള സംഘത്തെ പിടിക്കുമെന്ന് ഉറപ്പായപ്പോൾ ആ കൊള്ള സംഘത്തിന്റെ അധിപന്മാർ കൂടി ചേർന്ന് കുറച്ച് ആരോപണം UDF തിരിക്കണമെന്ന് പറയാണ്. അത് ഒരു കാരണവശാലും ജനങ്ങൾ വിശ്വസിക്കില്ല. കേരളത്തിലെ ജനങ്ങൾ മണ്ടന്മാരല്ല, വിഡ്ഢികളല്ല, അവരും കഴിക്കുന്ന അരിയാഹാരമാണ്. അതുകൊണ്ട് ഇതൊന്നും പറഞ്ഞ് ഈ അടവ് നയങ്ങളൊന്നും കേരളത്തിലെ CPM പാർട്ടിയെ രക്ഷപ്പെടുത്തില്ല. അവരെ രക്ഷപ്പെടാൻ ജനങ്ങളെ അനുവദിക്കില്ല എന്നുള്ളതാണ് സത്യം. പോരെ.